മുറിവേറ്റവൻ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ആരെങ്കിലും വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കേണ്ട ഒന്നാമത്തെ കാര്യം, നിങ്ങളെ വിഷമിപ്പിക്കുന്ന ആ വ്യക്തി അതിനു മുമ്പ് സമാനമായിട്ടുള്ള വിഷമങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള വ്യക്തിയായിരിക്കും. ആ വ്യക്തി എന്ത് ചെയ്യുന്നു? ആ മുറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നു, മറ്റുള്ളവരെ ഇങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് ലോക രീതിയാണ്. ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ ചുറ്റുവട്ടത്തെ ലോകം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. നീ മുറിവേറ്റ വ്യക്തിയാണോ, സ്വാഭാവികമായി മറ്റു വ്യക്തിയെ നീ മുറിവേൽപ്പിക്കും. ഇവിടെയാണ് നീ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം, സൗഖ്യം, അത് യേശുവിലൂടെയാണ്. നീ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ മുറിവുകളെക്കാൾ അധികമായി യേശു അനുഭവിച്ചതാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. നിങ്ങൾ ഇന്നിവിടെ ഇരുന്നു കൊണ്ട് ചിന്തിക്കുന്ന ഏത് മുറിവും, ഏത് അവഗണനയും, ഏതൊറ്റപ്പെട്ട അനുഭവവും നിങ്ങളെടുത്ത് യേശുവിൻ്റെ മുമ്പിൽ വെച്ച് കുരിശോട് ചോദിക്കൂ. ആ കുരിശ് നിന്നോട് പറയുന്ന കാര്യം എന്താണെന്നറിയോ? നിന്നേക്കാൾ അധികമായി ഞാൻ അടികളേറ്റവനാണ്, നിന്നേക്കാൾ അധികമായി ഞാൻ ഒറ്റപ്പെട്ടവനാണ്, നിന്നേക്കാൾ അധികമായി ഞാൻ കളിയാക്കപ്പെട്ടവനാണ്. നിന്റെ ജീവിതത്തിലെ ഏത് മുറിവിനും സൗഖ്യം കിട്ടുന്നത് യേശുവിലാണ്.